പല തലങ്ങളിലേക്ക് ഇത് സഞ്ചരിക്കുന്നുണ്ട്. സോ സർ പ്ലീസ്. മുത്തശ്ശി എന്നതൊരു ഹൊറർ ഇമോഷണൽ ഡ്രാമയാണ് സബ്ജക്റ്റ്. ഒരു നാട്ടുമ്പുറത്തെ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ കാണാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അപ്പം ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് സീഫനോടും കിരൺ ചേട്ടനും ഞാനും 1 ഇയറായി ഇതിനു വേണ്ടിയിട്ട് മധു സാർ ഹേം ബ്രോ അങ്ങനെ ഒരുപാട് പേര് കൂടെ നിന്നൊരു ടീം വർക്കായിട്ടാണ് മൊത്തം ഈ പ്രൊജക്റ്റ് ഫിനിഷായി ചെയ്തത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. ജൂലൈ 3 റിലീസാവാണ്, എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്. സോ അടുത്തതായി ക്രിസ്റ്റഫർ വാരൻ അലക്സാണ്ടർ, അവർ പ്രൊഡ്യൂസർ, മുത്തശ്ശിയുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിനോട് ഞാൻ 2 വാക്ക് സംസാരിക്കാനായി അഭ്യർത്ഥിക്കുകയാണ്. I don't know Malayalam, so I'll talk in English. Please bear with me. This is a completely new experience for me, actually, because this is my very first Malayalam web series, original web series, and I would like to thank the press and media, for being with us today. I'd like to thank the Z5 team, held by Lloyd sir, Kaushik sir, Kiran sir, and Mukund sir, for all of their efforts and for helping us in producing the series. I would like to thank the actors, Leela ma'am, Mr. Amit, Ms. Akila, Odhan, Mr. Rajesh, and all the other actors who in some way or the other have made this series a completely new experience for everyone to watch. Being a chemical engineer, being a student, being a regular musician, at first I never thought I would get into the film industry, but seeing everybody else doing this, seeing my own dad producing movies, I was inspired and I thought why don't I start something which is more efficient with less risks? And that's how I came to create Single Take Creations. And yes, I would like to thank our DOP, Mr. Prakash. I would like to thank the cameraman, and I would like to thank the music director and my own team, headed by Mr. Pradeep and Mr. Hem Kumar. All of you guys in some way or the other have made this film successful, and I'm beyond grateful for all of your help. So thank you so much, and I really look forward to delving more into the Malayalam industry and the film industry as a whole, because it's a new experience and I loved every single minute of it. So yeah, thank you. താങ്ക് യു സോ മച്ച് സർ ഫോർ മുത്തശ്ശി. സോ നമ്മളുടെ ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഡേ, അല്ലെങ്കിൽ നമ്മുടെ സീരീസിലെ സ്റ്റാർസ്, കുട്ടി 2 സ്റ്റാർസിനെ നമ്മളിനി അവരിലേക്ക് പോവുകയാണ്. സോ ആദ്യം ഞാൻ ഒർഹാൻ കുട്ടൻ. ഒർഹാൻ പറയും എങ്ങനെയുണ്ടായിരുന്നു? ഹലോ, ഞാൻ ആദ്യമായിട്ട് ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുന്നത്. ഈ സിനിമ കാണുന്ന മുമ്പ് എങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം കരയൊക്കെ ചെയ്തു. പിന്നെ മുത്തശ്ശിയുടെ അലറലും ഒക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ മോനെ, മൊത്തത്തിൽ മോന് ഇഷ്ടമായി? മൊത്തത്തിൽ മോൻ ഇപ്പോഴല്ലേ തിയേറ്ററിൽ കാണുന്നത്, ഇഷ്ടമായോ? ഞാൻ ഇത് അല്ലാതെ ഡബ് ചെയ്തപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ തിയേറ്ററിൽ കണ്ടില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സോ നമ്മുടെ അടുത്ത കുട്ടി സ്റ്റാറിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് നമ്മളുടെ സ്വന്തം കാർത്തിക് ജോ കിരൺ. കാർത്തിക് കുട്ട പറ. ഹലോ, ഞാൻ കാർത്തികാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എന്ത് പറയണ്ടേ. അത് കഴിഞ്ഞിട്ട് മോൻ നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ അടുത്തതായി നമ്മുടെ മുത്തശ്ശിയുടെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനായി രാജേഷ് സാറിനെ വെൽക്കം ചെയ്യുകയാണ്. സാർ നേരത്തെ നമ്മൾ സീറ്റിലേക്ക് സ്വാഗതം ചെയ്ത സമയത്ത് സാർ ഉണ്ടായിരുന്നില്ല. സാറിന് ഒരു വലിയ കൈയ്യടി കൊടുക്കാം. രാജേഷ് സാർ പ്ലീസ്. എന്ത് നല്ല നടക്കാത്ത കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു മച്ചാ ചെയ്യുന്നേ, നമുക്ക് പിടിച്ചു നോക്കാം. അപ്പൊ എന്നോട് ഒറ്റ കാര്യമാണ് പുള്ളി പറഞ്ഞത്, നമുക്കങ്ങനെ അധികം ടേക്ക് എടുക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റ ടേക്കില് റെഡിയാക്കിക്കൊള്ളണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇന്നുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങളാണ്. അങ്ങനെ തുടങ്ങി ഷൂട്ടിന് ചെന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമ ഷൂട്ടിങ്ങും സത്യം പറഞ്ഞ എല്ലാവരുടെയും ഹിമാലയ കയറുന്ന പോലെ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ പാടുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് നല്ല പാടുകളുള്ള പരിപാടി തന്നെയായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് ഡയറക്ടർ ടീം
അസിസ്റ്റൻസ് ഓരോരുത്തരും, ആർട്ടിലുണ്ടായിരുന്ന ഓരോരുത്തർ, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ഓരോരുത്തർ, അവിടെ കിരൺ ചേട്ടനും ബാക്കിയുള്ള പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും, ആക്ടേഴ്സ്, ചേച്ചിയൊക്കെ പറഞ്ഞപ്പോ ചെറുതായിട്ട് പറഞ്ഞു പോയിന്നുള്ളൂ. രാവിലെ തന്നെ ഇത്രയുള്ളൊരു നഖം കയ്യിൽ കയറ്റി വെക്കും, അത് ഊരാൻ പറ്റില്ല. ഈ രാവിലെ കയ്യിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം, വേറെ പല പരിപാടികൾ നമുക്ക് ഈ നഖം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എത്രയോളം നഖമാണ്. ഇങ്ങനെ ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. റഷീദ് മേക്കപ്പ് ടീമിലുണ്ടായിരുന്നു ഓരോരുത്തരും. നല്ല കല്ലം പണി ഓരോ ഡിപ്പാർട്ട്മെന്റിലും മോനും, ഈ കുഞ്ഞു മോനും, അഖിലയും, അമ്മച്ചിയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. ഞാൻ ഈ പറയണം എന്താ പറയുക, എനിക്ക് ഇതൊക്കെ ഡബിന്റെ സമയത്ത് കണ്ടെങ്കിലും റിസൾട്ട് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ സത്യത്തിൽ ഇവരോടൊക്കെ എന്താ പറയാ സമ്മതിച്ചു കൊടുത്തിട്ട് അവര്. കാര്യം ഇത്രയും ചെറിയ കയ്യിൽ കിട്ടുന്ന പരിപാടിയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഔട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഇവന്മാര് പൊളിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഈ ടീം ഉറപ്പായിട്ട് ഇവര് പൊളിക്കും. മറ്റേ ശങ്കരാടി ചേട്ടൻ ഒരു പശുവിനെ കൊടുത്തിട്ട് പറയില്ലേ, ഇച്ചിരി തവിടുണ്ടാക്കും, ഇത്തിരി വെള്ളം കൊടുത്ത പാല് സിറന്ന് പറഞ്ഞ പോലെ ഇനി കുറച്ചും കൂടി പരിപാടിയൊക്കെ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കലക്കും. നല്ല കഴിവുള്ള ടീമാണ്. കാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കുന്നു അത്രയും റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരുമ്പോൾ ഹോൾ ടീമിനാണ് റിസൾട്ട് കിട്ടുന്നത്. ഈ ഒരു പ്രൊജക്ടിന് വളരെ നല്ല റിസൾട്ടും ഒരു അപ്രിസിയേഷനും പുറത്ത് കിട്ടിയാൽ അതിന്റെ റിസൾട്ട് ഈസ് ഗോയിങ് ഫോർ എന്റെ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം. ഒരു വിജയം ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഒറ്റ നോക്കുകയുള്ളൂ. 5 പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി PR വർക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് അതേപോലെ ആൾക്കാരിൽ ഇപ്പൊ കാസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഈ മുഖം ഓർമ്മ വരണം, ഈ ക്യാരക്ടർ ഓർമ്മ വരണം. അതിനൊന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയിൽ കൂടി ഇത് എങ്ങനെ നുഴഞ്ഞു കയറുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് എത്തും പിടികിട്ടുള്ള. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ അറിയോ, അവര് കാസ്റ്റിങ്ങിന് വേണ്ടി ഇന്നിന്റെ ക്യാരക്ടേഴ്സിന് അടുത്ത ആഴ്ച